വി ഡി സവർക്കർ, ബ്രിട്ടീഷ് നാമത്തിൽ പറയുകയാണെങ്കിൽ പ്രൊഡിഗൽ സൺ അഥവാ ധൂർത്തപുത്രൻ. വി ഡി സവർക്കർ പ്രഥമ പുരസ്കാരം ഇപ്പോൾ ശശി തരൂരിന് കൊടുക്കാനായിട്ട് അവർ ഉദ്ദേശിച്ചു. അദ്ദേഹം അത് വാങ്ങിയില്ല, നിരസിച്ചു. കോൺഗ്രസിൽ നിന്ന് അതിരൂക്ഷമായ എതിർപ്പുകൾ വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും ശരി, ഈ ഒരു വി ഡി സവർക്കർ പ്രഥമ പുരസ്കാരം മേടിക്കാൻ തന്നെ ആളില്ലാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരാണ് സവർക്കർ? എന്താണ് സവർക്കർ? സവർക്കർ മഹാരാഷ്ട്രയിലെ ബാഗൂർ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ അമ്മയും അച്ഛനും നഷ്ടമായി. ഇയാൾ പിന്നെ ജ്യേഷ്ഠന്റെ ആ ഒരു കീഴിലാണ് വളർന്നത്. ജ്യേഷ്ഠനാണ് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോട്ടൊക്കെ ഇയാളെ കൊണ്ടുവരുന്നത്. തന്റെ 12ാമത്തെ വയസ്സിൽ ഇയാൾ ഒരു പള്ളി ആക്രമിക്കുന്നുണ്ട്. ആ നാട്ടിലൊരു കലാപമുണ്ടായി. ആ കലാപത്തിന് മുസ്ലിങ്ങളും കാരണമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒരു പള്ളി ആക്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ഇയാൾ മുസ്ലിങ്ങളെ കമ്പയർ ചെയ്തിരുന്നത് ജർമ്മനിയിലെ ജൂതന്മാരുമായിട്ടായിരുന്നു ഇയാൾ കമ്പയർ ചെയ്തത്. കാരണം അത്രമാത്രം ഡേഞ്ചറാണ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇയാൾ പല ലേഖനങ്ങളും ഇറക്കിയിരുന്നു. ഇയാൾ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ഇയാൾ എതിർത്തു. ഗാന്ധിജിയുമായിട്ട് തെറ്റി ഇയാൾ എതിർത്തു. ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്ന വിചിത്രവാദം, ഞങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാൻ പോവുകയാണ്. കാരണം ചേരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറയുന്നത് അങ്ങനെ ചേർന്ന് ബ്രിട്ടീഷ് സൈന്യത്തിലെ പല തന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഈ ബ്രിട്ടീഷുകാരെ തന്നെ നാളെ എതിർക്കാം എന്നുള്ള രീതിയിലാണ് ഇയാൾ പറയുന്നൊരു വിചിത്രവാദം. അങ്ങനെ ഇയാള് എന്താ പറയുന്നത്, ഈ കഠിനമായി ജയിലായിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുണ്ടല്ലോ, അവിടെയുള്ള ഈ ഒരു സെല്ലുലാർ ജയിലിൽ, കാലാപ്പാനി ജയിലിൽ ഇയാൾ അടയ്ക്കപ്പെട്ടു. 50 വർഷത്തെ ആ ഒരു തടവ് ശിക്ഷയ്ക്കാണ് അവിടെ ഇയാളെ ശിക്ഷ കൊടുത്തത്. പക്ഷെ ആദ്യ നാളുകളിൽ തന്നെ ഇയാളുടെ ഇടം ഇതല്ല എന്ന് ഇയാൾ മനസ്സിലാക്കി. കാരണം ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി തന്റെ ആ ഒരു എന്താ പറയുന്നത്, താൻ ഉന്നതമായിട്ടുള്ള ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഇങ്ങനെ ഇവിടെ കിടന്ന് നിറയിക്കേണ്ട ഒരാളല്ല, ഞാൻ രാജാവിനെ പോലെ വാഴേണ്ട ഒരാളാണെന്നൊക്കെയുള്ള തോന്നൽ മൂലം ഇയാൾ ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനെ കത്തുകൾ എഴുതാൻ തുടങ്ങി. ഞാൻ ബ്രിട്ടീഷുകാർ നിങ്ങളുടെ അടിമയാണ്, നിങ്ങളുടെ ധൂർത്തുപുത്രനാണ്. ഇയാൾ തന്നെ പറയാണ് പ്രൊഡിഗൽ സൺ, ധൂർത്തുപുത്രനാണ് ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അനുസരിക്കാം. മാത്രമല്ല എന്നെ അനുഭവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഇന്ത്യയിലും വിദേശത്തൊക്കെ ഉണ്ട്, അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ സഹായിക്കാം. ഞാൻ ബ്രിട്ടീഷ് സൈന്യത്തിന് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞു വളരെ എന്താ പറയുന്നത്, അവരോട് താണുകയാണ്, അപേക്ഷിക്കുകയാണ്. അങ്ങനത്തെ ഒരു കത്തുകളൊക്കെയാണ് പല പ്രാവശ്യം ഇയാൾ എഴുതിയത്. അപ്പം അത്തരത്തിലുള്ള വി ഡി സവർക്കർ പുരസ്കാരം ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ അവർ ഈ രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.